ഹേ ക്രിയേറ്റീവ്സ്, ഇന്ന് നമ്മളൊരു ക്രോഷേ ഗ്രാനി സ്ക്വയർ ട്യൂട്ടോറിയലാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇവിടെ ആദ്യമായിട്ട് 3.5 mm ഹുക്കാട്ടോ എടുക്കുന്നത്. നമ്മുടെ എല്ലാ ക്രോഷേ പ്രൊജക്റ്റിൻ്റെയും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ലിപ്പ് നോട്ട് തന്നെയാണ്. സ്ലിപ്പ് നോട്ട് ഫസ്റ്റ് ചെയ്യണം, ഞാൻ വീഡിയോ കാണിക്കുന്ന പോലെ ചെയ്യാം. ആൻഡ് ആ ഒരു ഹോളിലേക്ക് നമ്മുടെ ഈ ഒരു ഹുക്കിനെ ജസ്റ്റ് ഒന്ന് കയറ്റി അതിനൊന്ന് ടൈറ്റൻ ചെയ്യാം. ഇനി നമ്മൾ റൗണ്ട് 1 തുടങ്ങാൻ പോവാണ്. റൗണ്ട് 1 തുടങ്ങാനായിട്ട് ചെയിൻ 5 ചെയ്യണം. എന്ന് പറഞ്ഞാൽ 5 ചെയിൻ സ്റ്റിച്ചസ്. അത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് യാൺ ഓവർ ചെയ്ത് നമ്മുടെ ആ ഒരു ലൂപ്പിലേക്കൊന്ന് കടത്തി വിടാം. അതുപോലെ 5 ടൈംസ് ചെയ്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ചെയിനിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. സ്ലിപ്പ് സ്റ്റിച്ച് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് അതിലോട്ട് ഹുക്ക് കയറ്റി ഒന്ന് യാൺ ഓവർ ചെയ്ത് 2 ലൂപ്പിലോട്ടും ജസ്റ്റ് ഒന്ന് കടത്തി വിടാം. ഇത് ചെയ്തതിന് ശേഷം നമ്മൾ ചെയിൻ 4 ആണ് ചെയ്യേണ്ടത്. ചെയിൻ സ്റ്റിച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ യാൺ ഓവർ ചെയ്ത് ആ ലൂപ്പിലോട്ടൊന്ന് കയറ്റുക. ഇതുപോലെ 4 ടൈംസ് ചെയ്യുമ്പോൾ നമ്മുടെ ചെയിൻ 4 കംപ്ലീറ്റ് ആവും. ഇനി നമുക്ക് ചെയ്യേണ്ടത് 3 ഡബിൾ ക്രോഷേ ആണ്. ഒരു ഡബിൾ ക്രോഷേ ചെയ്യാൻ ഒന്ന് യാൺ ഓവർ ചെയ്ത് സെൻറ്ററിലെ ഹോളിലോട്ടൊന്ന് കയറ്റി ഒന്നും കൂടെ യാൺ ഓവർ ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് 3 ലൂപ്പ് കിട്ടും. അതല്ല ഫസ്റ്റ് 2 ലൂപ്പിലോട്ടൊന്ന് യാൺ ഓവർ ചെയ്യണം, പിന്നെ ബാക്കി വരുന്ന 2 ലൂപ്പിലോട്ട് യാൺ ഓവർ ചെയ്ത് കിട്ടുമ്പോൾ ഒരു ഡബിൾ ക്രോഷേ ആവും. ഇതുപോലെ 2 പ്രാവശ്യം ചെയ്യുമ്പോൾ 3 ഡബിൾ ക്രോഷേസ് ആവും. അപ്പോൾ 3 ഡബിൾ ക്രോഷേ ചെയ്തതിന് ശേഷം നമുക്ക് ചെയിൻ 2 ആട്ടോ ചെയ്യണ്ടേ. ചെയിൻ 2 ചെയ്യാൻ യാൺ ഓവർ ചെയ്ത് ലൂപ്പിലോട്ട് കയറ്റുക. അതുപോലെ 2 ടൈംസ് ചെയ്യുമ്പോൾ ചെയിൻ 2 റെഡിയാവും. ഇത് ചെയ്യുന്നത് നമ്മൾ ഒരു സ്ക്വയർ ഷേപ്പ് കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഞാൻ ഇപ്പം ചെയ്ത പ്രോസസ്സില്ലേ, 3 ഡബിൾ ക്രോഷേ പിന്നെ ചെയിൻ 2, അതുപോലെ 2 പ്രാവശ്യം കൂടെ ചെയ്യാം. ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് കൺജസ്റ്റഡ് ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഒരു സ്ക്വയർ ഷേപ്പ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ആ രീതിയിൽ. അത് 2 പ്രാവശ്യം കൂടെ ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു സെൻട്രൽ ആ ഒരു ഹോളിലേക്ക് 2 ഡബിൾ ക്രോഷേസ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ യാൺ ഓവർ ചെയ്ത് ആ ഹോളിലോട്ട് കയറ്റി ഒന്നും കൂടെ യാൺ ഓവർ ചെയ്ത് 2 ലൂപ്സിലൂടെ കയറ്റിയിട്ട് ഒന്നും കൂടെ യാൺ ഓവർ ചെയ്ത് ബാക്കിയുള്ള 2 ലൂപ്സിലൂടെ കയറ്റാം. അതാണ് 2 ഡബിൾ ക്രോഷേസ്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം ചെയ്ത 4 ചെയിൻ സ്റ്റിച്ചാണ് ഇവിടുത്തെ 3rd ഡബിൾ ക്രോഷേ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഹോളിലെ ആ ഒരു 4 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് ആ ഒരു ഹോളിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് വേണം ചെയ്യാൻ. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഹുക്ക് കയറ്റി യാൺ ഓവർ ചെയ്ത് ആ ഒരു ലൂപ്പിലോട്ടൊന്ന് കയറ്റാം. ഇങ്ങനെ ചെയ്യുമ്പം നമ്മുടെ റൗണ്ട് 1 കഴിയും. ഇനി റൗണ്ട് 2ൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് 4 ചെയിൻ സ്റ്റിച്ചാണ്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കാണും എങ്ങനെ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന്. ഈ ഒരു ചെയിൻ സ്റ്റിച്ച് നമ്മുടെ ലാസ്റ്റ് 2 ഡബിൾ ക്രോഷേയുടെ 3ാമത്തെ ഡബിൾ ക്രോഷേ ആയിട്ട് വരുന്നതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആ ഒരു ഫസ്റ്റ് കാണുന്ന ഒരു ഹോളിലേക്ക് 3 ഡബിൾ ക്രോഷേ ചെയ്യണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ഇതിലേക്ക് ഒന്ന് യാൺ ഓവർ ചെയ്ത് ഒന്ന് കയറ്റി 2 ലൂപ്പിലൂടെ പിന്നെ യാൺ ഓവർ ചെയ്ത് 2 ലൂപ്പിലൂടെ എടുത്ത് ഒരു 3 പ്രാവശ്യം ചെയ്യുമ്പോൾ 3 ഡബിൾ ക്രോഷേ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഇത് ചെയ്തതിന് ശേഷം നമുക്കിനി 1 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. 1 ചെയിൻ സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ ഒന്ന് യാൺ ഓവർ ചെയ്ത് ലൂപ്പിലോട്ട് കയറ്റാം. ഇത് ചെയ്തതിന് ശേഷം നമ്മുടെ ഇവിടുത്തെ ആ ഒരു ഹോളിലേക്ക് സെയിം ഇതുപോലെ 3 ഡബിൾ ക്രോഷേ ചെയ്യാം.
3 ഡബിൾ ക്രോഷേ ചെയ്തതിന് ശേഷം നമുക്ക് 2 ചെയിൻ സ്റ്റിച്ച് ചെയ്യണം. ഇതൊരു സ്ക്വയർ ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയാണ്. നമ്മളെല്ലാ ഒരു സ്ക്വയറിൻ്റെയും കോർണറിൽ മാത്രം 2 ചെയിൻ സ്റ്റിച്ചും ഇടയ്ക്കത്തെ ആ ഒരു ഹോളിൻ്റെ അവിടെ വരുമ്പം 1 ചെയിൻ സ്റ്റിച്ചും ആട്ടോ ചെയ്യണ്ടേ. സോ അത് കഴിഞ്ഞ ശേഷം നമ്മൾ ആ സെയിം ചെയ്ത ഹോളിലേക്ക് തന്നെ വീണ്ടും 3 ഡബിൾ ക്രോഷേ ചെയ്യണം. സോ ആ 3 ഡബിൾ ക്രോഷേ ചെയ്തതിന് ശേഷം മിഡിൽ പാർട്ട് ആയതുകൊണ്ട് 1 ചെയിൻ സ്റ്റിച്ച് മാത്രം ചെയ്യുക. അത് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ആ ഒരു ഹോളിലേക്ക് 3 ഡബിൾ ക്രോഷേ ചെയ്യാം. 3 ഡബിൾ ക്രോഷേ ചെയ്തതിന് ശേഷം നമുക്ക് ചെയിൻ 2 ആട്ടോ ചെയ്യേണ്ടത്. കാരണം അതൊരു സ്ക്വയർ ആയതുകൊണ്ട് കോർണർ സൈഡ് വരുമ്പോൾ എല്ലായിടത്തും ചെയിൻ 2ഉം മിഡിൽ പാർട്ടി വരുമ്പോൾ മാത്രം ഒരു 1 ചെയിൻ സ്റ്റിച്ചും ആട്ടോ ചെയ്യേണ്ടത്. ഇതുപോലെ 3 ടൈംസ് ചെയ്യുമ്പോഴാണ് ഒരു സ്ക്വയറിൻ്റെ ഷേപ്പിലോട്ട് നമുക്ക് റൗണ്ട് 2 തീരാറാവുന്നത്. നമുക്ക് 3 ഡബിൾ ക്രോഷേ ചെയ്യാനുള്ളൊരു സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ കഴിഞ്ഞ റൗണ്ടിലെ ആ ഒരു തൊട്ട് താരത്താര ഹോളിലേക്ക് 2 ഡബിൾ ക്രോഷേസ് ആട്ടോ ചെയ്യണ്ടേ. 2 ഡബിൾ ക്രോഷേ എന്ന് പറഞ്ഞാൽ ഒന്ന് യാൺ ഓവർ ചെയ്ത് ആ ഒരു ഹോളിലോട്ട് കയറ്റി, ഒന്ന് യാൺ ഓവർ ചെയ്ത് 2 ലൂപ്പിലൂടെ കയറ്റി, പിന്നെ ഒന്നും കൂടെ ചെയ്ത് ആ ബാക്കിയുള്ള 2 ലൂപ്പിലോട്ട് കയറ്റുമ്പം ഒരു ഡബിൾ ക്രോഷേ ആവും. സോ അതുപോലെ 2 ടൈംസ് ചെയ്യണം. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം ചെയ്ത് 4 ചെയിൻ സ്റ്റിച്ചാണ് ഇവിടുത്തെ 3ാമത്തെ ഡബിൾ ക്രോഷേ ആയിട്ട് വരുന്നത്. സോ നമുക്ക് 3ാമത്തെ ഡബിൾ ക്രോഷേ ഇനി ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഒരു മറ്റേ ആ 4 ചെയിൻ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഹോളിലേക്ക് ഒന്ന് സ്ലിപ്പ് സ്റ്റിച്ച് മാത്രം ചെയ്താൽ മതി. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ ആ ഒരു ഹോളിലോട്ട് കയറ്റി യാൺ ഓവർ ചെയ്ത് ആ ഒരു ലൂപ്പിലോട്ടൊന്ന് കയറ്റുക. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു കറക്റ്റ് ഒരു സ്ക്വയർ ഷേപ്പ് നിങ്ങൾക്ക് ഇപ്പം കാണാൻ പറ്റും. സോ അങ്ങനെ നമ്മൾ സെക്കൻഡ് റൗണ്ട് ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ എന്തോ പറയുന്നത് വെച്ചാൽ ഈ ഒരു നമ്മൾ അടുത്ത റൗണ്ട് ചെയ്യുമ്പോഴും ഈ ഒരു കോർണർ സൈഡിൽ ചെയ്യുമ്പോൾ 2 ചെയിൻ സ്റ്റിച്ചും ഈ മിഡിൽ പാർട്ട് വരുമ്പോൾ 1 ചെയിൻ സ്റ്റിച്ച് ചെയ്യണം എന്നാട്ടോ ഞാൻ ഇവിടെ പറയുന്നത്. സോ ഇനി നമുക്ക് തേർഡ് റൗണ്ടിലേക്ക് പോകാം. എല്ലാ റൗണ്ട് തുടങ്ങുമ്പോഴും നമുക്ക് ചെയിൻ 4 ആട്ടോ ചെയ്യണ്ടേ. സോ ചെയിൻ 4 ചെയ്യാൻ യാൺ ഓവർ ചെയ്തൊന്ന് ലൂപ്പിലോട്ട് കയറ്റാം. ഇതുപോലെ 4 ടൈംസ് ചെയ്യുമ്പോൾ നമുക്ക് ചെയിൻ 4 കിട്ടും. സോ ഇനി ഞാൻ ഇവിടെ ഡയറക്റ്റ് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ലൈക്ക് ഇവിടോട്ട് 3 ഡബിൾ ക്രോഷേ, പിന്നെ ചെയ്യുമ്പോൾ ചെയിൻ 1, പിന്നെ നടുക്കത്ത് വരുമ്പോൾ വീണ്ടും 3 ഡബിൾ ക്രോഷേ, പിന്നെ ചെയിൻ 1, അത് കഴിഞ്ഞിട്ട് ആ ഒരു ഹോളിലേക്ക് പിന്നെയും 3 ഡബിൾ ക്രോഷേ, പിന്നെ ചെയിൻ 2 ചെയ്യുന്ന കാരണം ആ ഒരു കോർണറിലായതുകൊണ്ടാണ് നമ്മൾ ചെയിൻ 2 ചെയ്യുന്നത്. അല്ലാത്ത എല്ലാ മിഡിൽ പാർട്ടിലും നമ്മൾ ചെയിൻ 1 മാത്രമേ ചെയ്യാറുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ എല്ലാ ഹോളിലും 3 ഡബിൾ ക്രോഷേ ചെയ്യണം. അതൊരു ഇപ്പം ചെയ്ത രീതിയിൽ തന്നെ ചെയ്താൽ മതി.
നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്പം ഇങ്ങനെ കാണിക്കുന്നില്ല. സോ ഇവിടെ 3 ഡബിൾ ക്രോഷേ, മിഡിൽ വരുമ്പോൾ ഒരു ചെയിൻ സ്റ്റിച്ച്, പിന്നെയും 3 ഡബിൾ ക്രോഷേ, പിന്നെ ഒരു കോണിലോട്ട് വരുമ്പോൾ ചെയിൻ 2. അതുപോലെ തന്നെ ആ ഒരു സെയിം അങ്ങോട്ടും ഇതുപോലെ കോപ്പി ചെയ്യാം. സോ നെക്സ്റ്റ് നമ്മളൊരു ചെയിൻ 1 ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് 3 ഡബിൾ ക്രോഷേ ചെയ്യാൻ സ്പേസ് ഇല്ല. സോ നമ്മൾ കഴിഞ്ഞ റൗണ്ടിൽ ചെയ്ത പോലെ തൊട്ട് താഴെ ഹോളിലേക്ക് 2 ഡബിൾ ക്രോഷേസ് ചെയ്യണം. 2 പ്രാവശ്യം ഡബിൾ ക്രോഷേ ചെയ്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആദ്യം ചെയ്ത 4 ചെയിൻ സ്റ്റിച്ച് ഇല്ലേ, അതാണ് ഇവിടുത്തെ 3ാമത്തെ ഡബിൾ ക്രോഷേ ആയിട്ട് വരുന്നത്. സോ നമുക്ക് 3 ഡബിൾ ക്രോഷേ ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് 2 ഡബിൾ ക്രോഷേ ചെയ്ത് പിന്നെ ആ ഒരു 4 ചെയിൻ ചെയ്തതിൻ്റെ ആ ഒരു ഹോളിലേക്ക് ഒന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്താൽ നമ്മുടെ 3rd റൗണ്ടും ഇവിടെ കഴിയും. സോ ഞാൻ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ നമ്മുടേത് കറക്റ്റ്ലി ഫിക്സ് ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇനിയും റൗണ്ടായിട്ട് ചെയ്യണമെങ്കിൽ സെയിം പാറ്റേൺ ഫോളോ ചെയ്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ടീലൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് കളയാം. ഞാൻ ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞാൻ ഗ്രാനി സ്ക്വയർ വെച്ച് ചെയ്ത് കുറേ പ്രൊജക്ട്സ് ആട്ടോ.